വെൽക്കം ബാക്ക്. അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ MBBSനെ കുറിച്ചാണ്. അതായത് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാണല്ലേ. അപ്പൊ ഈ ഇന്ത്യയിൽ നമ്മുടെ MBBS, അതായത് ഇന്ത്യൻ MBBSന്റെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര മാർക്ക് വരെ കിട്ടുന്നവർക്ക് കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള തമിഴ്നാടൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിലാണ് ഈ ഒരു വീഡിയോയുടെ ഞാൻ പറയാൻ പോകുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. പോലെ ഇത്തവണത്തെ നീറ്റ് എക്സാമും ടഫ് ആയിരുന്നു അല്ലെ. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവരും മെഗാ റിപ്പീറ്റ് ചെയ്തവരും ജസ്റ്റ് ഈ വർഷം +2 പാസ്സായ സ്റ്റുഡൻസ് വരെ എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ നീറ്റ് എക്സാം. എല്ലാവരുടെ സ്വപ്നം MBBS തന്നെയായിരുന്നു അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇത്തവണത്തെ നീറ്റ് എക്സാം ടഫ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ കട്ട് ഓഫും വന്നേക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 143, അതായത് 143, അതുപോലെ തന്നെ OBCക്ക് 113 വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് നമ്മളിപ്പോ ഓരോ മാർക്ക് ബേസിൽ നമുക്ക് ഓരോ സ്റ്റേറ്റിൽ കിട്ടുന്നതിന്റെ കൺഫ്യൂഷനും ഇന്നിപ്പോ സ്റ്റുഡൻസിന് ഏറെയാണ്. നമുക്ക് സ്റ്റുഡൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന സ്റ്റേറ്റ് സൗത്തിലോട്ടാണ്. അതായത് ഇപ്പം നമ്മുടെ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക റീജിയനിലോട്ടാണ് കൂടുതലും സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രിഫറൻസ് നൽകുന്നത്. നമുക്കിപ്പോ എൻക്വയറി വരുമ്പോൾ തന്നെ സ്റ്റുഡൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഇവിടേക്കാണ്. ആൻഡ് നോർത്തിലേക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന സ്റ്റുഡൻസ് വളരെ കുറവ് തന്നെയാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ എന്തായാലും ഒരു ലിമിറ്റ് മാർക്കിനപ്പുറം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ പോസിബിൾ ആവില്ല എന്നുള്ള കാര്യം എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ തമിഴ്നാട് കർണാടക റീജിയനിലൊക്കെ എത്ര മാർക്ക് കിട്ടിയാലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യത്തിൽ എല്ലാ സ്റ്റുഡൻസിനും ഡൗട്ട് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നോർത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ പോലും എത്രയായിരിക്കും അവിടുത്തെ ഫീസ് വരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്, അലോട്ട്മെന്റ് ത്രൂ ആണോ അതോ മാനേജ്മെന്റ് വഴിയാണോ, അതിന്റെ ഇനിയിപ്പോ NRI കോട്ടാസ് വഴിയാണോ, ഇപ്പൊ എന്തൊക്കെ രീതിയിലാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ് വരുന്നതെന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് ഡൗട്ട് കാണും അല്ലെ. എനിക്കിപ്പോ റീസെന്റ് വന്നൊരു എൻക്വയറിയാണ്. ആൾക്ക് ആ സ്റ്റുഡന്റിന് 200 and something മാർക്കാണ് ഉള്ളത്. അപ്പോ ആ കുട്ടിക്ക് കേരളത്തിൽ പോസിബിൾ ആവോ, ഇനിയിപ്പോ നമ്മൾ എത്ര ഫീസ് കൊടുക്കാനും റെഡിയാണ്, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പോസിബിൾ ആവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനെ കുറിച്ചും ആ കുട്ടിക്ക് കൺഫ്യൂഷൻ ആണ്. ഓൾറെഡി ഇപ്പം നമ്മൾ MBBS എന്നുള്ള സ്വപ്നം കൊണ്ടാണ് നിങ്ങൾ എല്ലാ സ്റ്റുഡൻസും നീറ്റ് ഇപ്പൊ അപ്പിയർ ചെയ്തേക്കുന്നത്. ഒരുപാട് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 350 എബോവ് മാർക്കുള്ള സ്റ്റുഡൻസിന് പോലും സൗത്ത് റീജിയനിൽ കിട്ടാൻ പാട് എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാക്കി ഇപ്പൊ മാർക്ക് പോസിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് നമുക്ക് ഈ ഓരോ കാറ്റഗറി ബേസിൽ ഇവിടെ അഡ്മിഷൻ പോകുക എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ കാണും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും അഡ്മിഷൻ പ്രോസസ് MBBS എന്നുള്ള സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റുഡൻസിന് ഓൾ ഇന്ത്യ ബേസിലാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും അഡ്മിഷൻ നോക്കാൻ നിങ്ങൾ തിടുക്കപ്പെട്ട് നിൽക്കുകയായിരിക്കും. സോ സ്റ്റുഡൻസ്, ഇന്ത്യൻ MBBS നോക്കുന്ന സ്റ്റുഡൻസ് ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും മറ്റ് അഡ്മിഷൻ പ്രോസസ്സും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക EBS എഡ്യൂക്കേഷൻ.